മരണം ഒഴികെ മറ്റെല്ലാത്തിനും മരുന്നാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് കരിഞ്ജീരകം അഥവാ ബ്ലാക്ക് സീഡ്സ്. പലതരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് പല രീതിയിലും ഉപയോഗിക്കാം. ജീരകവും ഉലുവയൊക്കെ ഉൾപ്പെടെ പലതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമുക്കറിയാം. എന്നാൽ കരിഞ്ജീരകം അധികം നാം ഉപയോഗിക്കാറില്ല. കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഇത് കലോഞ്ചി എന്നും ബ്ലാക്ക് സീഡുകളും ഒന്നുമല്ല അറിയപ്പെടാറുണ്ട്. പക്ഷെ നമ്മൾ വളരെ കുറവായിട്ട് മാത്രമേ ഭക്ഷണത്തിൽ ഇത് ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കരിഞ്ജീരകം. നൈജെല്ല സറ്റൈവ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. തൈമോക്വിനോൺ എന്ന ബയോ ആക്റ്റീവ് ഘടകം അടങ്ങിയ ഒന്നാണിത്. ഇത് ഭക്ഷണത്തിൽ നമുക്ക് ചേർത്ത് ഉപയോഗിക്കാം. ഇതിന് ഓയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാം. പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് കരിഞ്ജീരകം. ദിവസം 2 ഗ്രാം വീതം കരിഞ്ജീരകം കഴിക്കുന്നത് ഗ്ലൂക്കോസ്, ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും ബീറ്റാസിൽ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും ഗ്ലൈക്കോസിലേറ്റ് ഹീമോഗ്ലോബിൻ കുറയ്ക്കാനും ഫലപ്രദമാണ്. 1 കപ്പ് കട്ടൻ ചായയിൽ 2.5 മില്ലി കരിഞ്ജീരക തൈലം കലക്കി 2 നേരം കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഇതിൻ്റെ ഓയിൽ പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കും. ഇത് 1 ടീസ്പൂൺ 1 ഗ്ലാസ് ചൂടുള്ള വെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്ക് ഈ എണ്ണ പല വിധത്തിൽ ഗുണം ചെയ്യും. ടൈപ്പ് 2 പ്രമേഹ രോഗികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഗുണപരമായി സ്വാധീനിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരിഞ്ജീരകത്തിലുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. പോളി മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിലൂടെ കരിഞ്ജീരകം ഈ അപകട സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി മറ്റൊന്ന് പൈൽസ്, മലബന്ധം എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കരിഞ്ജീരകം. 2.5 മില്ലി കരിഞ്ജീരക തൈലം 1 കപ്പ് കട്ടൻ ചായയിൽ ചേർത്ത് വെറും വയറ്റിലും രാത്രിയിലും കഴിക്കാം. പൈൽസ് കാരണമുള്ള മലബന്ധത്തിനും ഇത് നല്ലൊരു പ്രതിവിധിയാണ്. വാദം, സന്ധിവേദന എന്നിവയ്ക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് കരിഞ്ജീരകം. 1 സ്പൂൺ വിനാഗിരി, 2.5 മില്ലി കരിഞ്ജീരക തൈലം എന്നിവ കലർത്തി രാവിലെ പ്രാതലിന് മുൻപും രാത്രി ഭക്ഷണശേഷവും കഴിക്കുന്നത് നല്ലതാണ്. BP, കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾക്കും കരിഞ്ജീരകം ഏറെ നല്ലതാണ്. ഇതുപോലെ തന്നെ വാദത്തിനുള്ള നല്ലൊരു മരുന്നാണ്. ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് പരിഹാരവുമാണ്. ഇനി നമ്മുടെ ചർമ്മ സൗന്ദര്യത്തിനും ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്കും ഏറെ നല്ലതാണ് കരിഞ്ജീരകം. ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും മുഖക്കുരുവിനുമെല്ലാം ഉത്തമമായ ഒരു പരിഹാരമാണിത്. നമ്മുടെ മുഖത്തിന് മൃദുത്വവും തുടുപ്പുമെല്ലാം നൽകുന്ന കരിഞ്ജീരക എണ്ണ ചൂടുകുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. സോറിയാസിസ് ഉള്ളവർ കരിഞ്ജീരകം പുറമേ തേക്കുന്നത് അവരുടെ സ്കിന്നിന് കട്ടി ലഭിക്കാനും തിണർപ്പുകൾ മാറാനും സഹായിക്കും. സർജറി കഴിഞ്ഞുണ്ടാകുന്ന പാടുകൾ, അതായത് പെരിറ്റോണൽ ലെയറിലുണ്ടാകുന്ന പാടുകൾ തടയാനായിട്ട് കരിഞ്ജീരകം ഫലപ്രദമാണ്. കരിഞ്ജീരക എണ്ണ മുടിയിൽ പുരട്ടുന്നത് മുടി നല്ല ഉള്ളോടെ ആരോഗ്യത്തോടെ വളരാനായിട്ട് സഹായിക്കും. നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നുകൂടിയാണ് കരിഞ്ജീരകം. രാവിലെ വെറും വയറ്റിൽ തേനും കരിഞ്ജീരക ഓയിലും തുല്യ അളവിൽ കലർത്തി 1 ടീസ്പൂൺ കഴിക്കാം. ശരീരത്തിന് രോഗങ്ങൾക്കെതിരായി പ്രതിരോധശേഷി നൽകാനും തേനും കരിഞ്ജീരക ഓയിലും ചേർന്നുള്ള ഈ കോംബോ ഏറെ നല്ലതാണ്. തേനിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ടോൺസിൽ, തൊണ്ടവീക്കം എന്നിവയ്ക്കൊപ്പമുള്ള തീവ്രമായിട്ടുള്ള ടോൺസില്ലോ ഫാരിഞ്ചിറ്റിസിന് കരിഞ്ജീരകം ഫലപ്രദമാണ്. അടിസ്ഥാനപരമായി ഇത് തൊണ്ടയിലെ വൈറസ് ബാധയ്ക്ക് ശമനം നൽകും. ഇനി സ്ത്രീകളിലെ വെള്ളപ്പോക്ക്, അമിത രക്തസ്രാവം, പീരിയഡ്സ് സംബന്ധിച്ചുള്ള അസ്വസ്ഥതകൾ എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത്. ലൈംഗിക ശേഷിക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ്. 1 ടീസ്പൂൺ കരിഞ്ജീരക തൈലം ഓറഞ്ച് ജ്യൂസിലോ ചെറുനാരങ്ങ ജ്യൂസിലോ കലർത്തി കുടിക്കുന്നത് ഏറെ ഗുണം നൽകും. വൃഷണത്തിലുണ്ടാകുന്ന നീർവീക്കം തടയാനുള്ള നല്ലൊരു വഴി കൂടിയാണ് കരിഞ്ജീരകം. കരിഞ്ജീരക തൈലം ഈ ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ്. വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ് കരിഞ്ജീരകം. പുതിനയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കരിഞ്ജീരക തൈലം കലർത്തി രാവിലെയും വൈകിട്ടും കുടിക്കാം. ഇത് 3 ആഴ്ച അടുപ്പിച്ച് ചെയ്താൽ ഗുണം ചെയ്യും. നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണിത്. ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും 1 സ്പൂൺ കരിഞ്ജീരക തൈലം പുതിനയില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം. കരിഞ്ജീരകത്തിലെ തൈമോക്വിനോൺ എന്ന ഘടകം പാർക്കിൻസൺസ്, ഡിമെൻഷ്യ രോഗങ്ങളിൽ ന്യൂറോണുകളെ വിഷമുക്തമായി സംരക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ അപസ്മാരം തടയാനുള്ള ഏറ്റവും നല്ല വഴി കൂടിയാണിത്. 2007 നടത്തിയ ഒരു പഠനത്തിൽ അപസ്മാരമുള്ള കുട്ടികളിൽ സാധാരണ ചികിത്സയിൽ രോഗശമനം കിട്ടാഞ്ഞവരിൽ കരിഞ്ജീരകത്തിന് സത്ത് രോഗം കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തി. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഗ്യാസ്, അസിഡിറ്റി, വയർ ഉയർത്തു വരിക, അൾസർ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണിത്. സ്കിൻ ക്യാൻസറിന് വരെ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് ആൻറ്റി ക്യാൻസർ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ്. ട്യൂമറുകളുടെ വളർച്ച കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണിത്. 5 മില്ലി കരിഞ്ജീരക തൈലം തേനിൽ കലർത്തി കുടിക്കാം. ഇല്ലെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേൻ ചേർത്ത് കുടിക്കാം. ബ്ലാക്ക് സീഡ് ഓയിലിൽ അടങ്ങിയിട്ടുള്ള തൈമോക്വിനോൺ എന്ന ഘടകം ആസ്മ, വില്ലൻ ചുമ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവരുടെ ശ്വാസകോശത്തിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ആസ്മ വരുമ്പോൾ അത് ബാധിക്കുന്ന വ്യക്തിക്ക് ശരിയായി ശ്വസിക്കാൻ പ്രയാസമുണ്ടാകുന്നു. ബ്ലാക്ക് സീഡ് ഓയിൽ ആസ്മയെ ചികിത്സിക്കാൻ സഹായിക്കും. അങ്ങനെ ഇത് വീക്കം കുറയ്ക്കുകയും ശ്വാസനാളത്തിലെ പേശികൾക്ക് ആശ്വാസം പകരുകയും ചെയ്യും. ബ്ലാക്ക് സീഡ് ഓയിൽ ഓറൽ സപ്ലിമെൻറ്റുകൾ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതമുള്ളവരിൽ സന്ധികളുടെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ എണ്ണയിൽ വീക്കം തടയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ബ്ലാക്ക് സീഡ് ഓയിൽ കാൽസ്യത്തിൻ്റെ നല്ല ഉറവിടം കൂടിയാണ്. ഇത് ഓസ്റ്റിയോപൊറോസിസിലും അസ്ഥി രോഗശാന്തിയിലും ഗുണം ചെയ്യും. ഈ എണ്ണ അസ്ഥികളുടെ രൂപീകരണം വർദ്ധിപ്പിക്കുകയും എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മുതൽ ന്യൂമോണിയ വരെയുള്ള അപകടകരമായ ഇൻഫെക്ഷൻസിന് കാരണമാകുന്നത് ബാക്ടീരിയകളാണ്. കരിഞ്ജീരകത്തിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ബാക്ടീരിയകളെ ചെറുക്കാനായിട്ട് ഈ കരിഞ്ജീരകം ഫലപ്രദവുമാണ്. നമ്മുടെ കരൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും മരുന്നുകളെ മെറ്റബോളിസ് ചെയ്യാനും പോഷകങ്ങളെ പ്രോസസ്സ് ചെയ്യാനും ആരോഗ്യത്തിന് നിർണായകരമായ
പ്രോട്ടീനുകളും രാസവസ്തുക്കളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ കരളിനെ പരിക്കുകളിൽ നിന്നും കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ഈ ബ്ലാക്ക് സീഡിന് കഴിവുണ്ട്. സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കരിഞ്ജീരകം ഉപയോഗിക്കും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എക്സിമ എന്ന ഒരു രോഗാവസ്ഥയ്ക്ക് പ്രതിരോധത്തിനായിട്ട് നമുക്ക് ഈ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഉപയോഗിക്കാം. ചർമ്മത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് ഏറെ പരിഹാരം നൽകാനായിട്ട് ഇതിന് സാധിക്കും. നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കുന്നതിനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്നതിനും നമുക്ക് കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിലൂടെ ഈ എക്സിമ പോലുള്ള അസുഖങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് പ്രതിരോധം തീർക്കാനായിട്ട് സാധിക്കും. കൊറോണയുടെ ടൈമിലൊക്കെ മിക്കവാറും വീടുകളിലെല്ലാം ഈ കരിഞ്ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞതോടുകൂടി മിക്കവാറും എല്ലാവരും ആ ശീലങ്ങളൊക്കെ അങ്ങ് മാറ്റി. ഞാൻ ഉൾപ്പെടെ പലരും കരിഞ്ജീരകം എന്നൊരു സാധനം ഉണ്ടെന്നും അതിനിങ്ങനെയൊക്കെ ഉപയോഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയൊരു സമയം കൂടിയായിരുന്നു അത്. കരിഞ്ജീരകത്തിൻ്റെ മറ്റു ഗുണങ്ങൾ അറിയാനിട്ടാവും ഇപ്പോഴും പലരും അതിനെ മാറ്റി നിർത്തുന്നത്. അപ്പം ഈ ഗുണങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഇനി നമ്മൾ മറ്റ് ജീരകമോ അല്ലെങ്കിൽ പെരുംജീരകമോ അതൊക്കെ ഉപയോഗിക്കും പോലെ തന്നെ നമുക്ക് കരിഞ്ജീരകത്തിനെയും നമ്മുടെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം.